PMAY പദ്ധതിയുടെ ചിഹ്നം വീടുകളിൽ വെക്കുന്നതിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് CPM. KM ഷാജിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് A. റഹീം MP രംഗത്ത് വന്നു. ഷാജിക്ക് തങ്ങൾ മോദിയാണ്, മലയാളിയുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് ഒരാശങ്കയുമില്ല, ഷാജിയുടെ നിലപാട് തന്നെയാണോ മുസ്ലിം ലീഗിനെന്ന് വ്യക്തമാക്കണമെന്നും റഹീം പറഞ്ഞു. മലയാളിയുടെ ആത്മാഭിമാനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഫൈറ്റിൽ ഏകപക്ഷീയമായി ഇപ്പോൾ UDF സർക്കാർ കീഴടങ്ങാൻ പോകുന്നുവെന്നാണ് മന്ത്രി ശ്രീ ഷാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷാജിയോട് പറയാനുള്ളത്, മോദിക്ക് വേണ്ടി മലയാളികളുടെ വീട്ടിൽ ചാപ്പയടിക്കാൻ ശ്രീ ഷാജി വരണ്ട. ഷാജി വേറൊരാളാണ്. ഷാജിയുടെ തങ്ങൾ പാണക്കാട്ടല്ല, മോദിയാണ് ഷാജിക്ക് തങ്ങൾ. യാ സയ്യിദ് അറ്റ് പാണക്കാടല്ല, യാ മോദി അറ്റ് നാഗപ്പൂറാണ് ഷാജിയുടെ മന്ത്രം. ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണ് എന്ന പ്രശ്നം ഈ നിമിഷവും ശ്രീ ഷാജി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല. ലീഗിന് നിലപാട് തന്നെയാണോ എന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട തങ്ങളും വ്യക്തമാക്കണം. KM ഷാജിയുടേത് BJPയോടുള്ള വിധേയത്വമാണെന്ന് PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ലോകമല്ല എന്ത് വന്നാലും ഇതൊരു തരം ചാപ്പകുത്തലല്ലേ. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അങ്ങനെ ഒരു ലോഗോയുടെ ആവശ്യമുണ്ടോ? ഇനി ഫോട്ടോ ആയാലും ലോഗോ ആയാലും ആവശ്യമുണ്ടോ? ഇതൊക്കെ കേന്ദ്രത്തിന്റെ സഹായത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള ഒരു അൺഹെൽത്തി സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളതും തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഇതിലെ ഇടപെടലിനെ ബോധപൂർവ്വം തമസ്കരിക്കാനും വളരെ ബോധപൂർവ്വം സംഘപരിവാർ അജണ്ട കുത്തിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനും കൂടിയാണ് ഈ പ്രസ്താവന എന്നുള്ളത് പറയേണ്ടതുണ്ട്. ഇതൊരു അൺഹെൽത്തി സെക്യുലർ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അത് മാത്രമല്ല, മലയാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട് കൂടിയാണിത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റഹീസ്, ലീഗിന്റെ നിലപാട് ഇതാണോ എന്നുള്ളതാണ് A. റഹീം ചോദിക്കുന്നത്. നമുക്കറിയാം, വയനാട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലീഗ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. അവിടെ ലീഗിന്റേത് എന്ന് പറയുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി പാണക്കാട്ട് നിന്നുണ്ടായിരുന്നു. അത് തങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഈ പദ്ധതി ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്, അതിൽ കേന്ദ്രത്തിന്റെ മാനദണ്ഡമാണ് അവിടെ ഉണ്ടാകേണ്ടത്. പക്ഷെ അത് തിരിച്ചറിയുകയും അത്തരത്തിലുണ്ടാകുന്ന വിമർശനങ്ങളെ കുറച്ചുകൂടി തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ലീഗ് മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ധാർമ്മികതയാണ് എന്ന് വിചാരിക്കുന്നു. മധു, അങ്ങനെ വിചാരിക്കുമ്പോഴും ഇന്നലെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഇന്നും ചെയ്തത്. ആ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം വലിയ വിമർശനം KM ഷാജിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെയും അഴിച്ചുവിടുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ നടന്ന സമയത്ത് മോദിയുടെ ചിത്രം വെക്കുന്നതിന് കുഴപ്പമില്ല എന്ന തരത്തിൽ KM ഷാജി നിലപാടെടുത്തു എന്നതായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരണം. പിന്നീട് അത് എംബ്ലം എന്നതിലേക്ക് CPIM മാറുകയും ചെയ്തു. അങ്ങനെ ഒരു എംബ്ലം വെക്കുകയാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു എംബ്ലം ഒരു വീടിന്റെ മുന്നിലേക്ക് വെക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ എംബ്ലം വെച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷം വാദിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ലീഗിനകത്ത് പല വിഷയത്തിലും രണ്ട് നിലപാടിലേക്ക്, ഇപ്പോൾ മദ്യനയത്തിൽ KM ഷാജി എടുത്ത നിലപാട് ലീഗ് നിലപാടിനൊപ്പമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒപ്പം ഇപ്പോൾ ശേഷാദ്രിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഷാജി അതിനകത്ത് പൂർണ്ണമായി ന്യായീകരിക്കുന്ന നിലപാടെടുക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് പാർട്ടിയുടെ സ്റ്റാൻഡാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് A. റഹീം ആവശ്യപ്പെടുന്നത്. പാർട്ടിക്കകത്ത് ഈ അഭിപ്രായമാണോ ഉള്ളത് എന്ന് കൂടി അറിയാനാണ്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ ഒരു ന്യൂനപക്ഷ ഐഡന്റിറ്റിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ പറയുന്ന മോദിയുടെ ചിത്രമെന്നല്ല എംബ്ലം വെക്കാൻ പോലും പറഞ്ഞാൽ അത് അനുകൂലിക്കുന്ന നിലപാട് മുസ്ലിം ലീഗ് എടുക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. അതുകൊണ്ടാണ് ആ തരത്തിൽ ലീഗ് ഒരു മറുപടി പറയട്ടെ, PK കുഞ്ഞാലിക്കുട്ടി മറുപടി പറയട്ടെ എന്ന നിലപാട് CPIM എടുക്കും. റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ പ്രായോഗികതയിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് KM ഷാജി അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. പക്ഷെ അതിനു മുൻപുണ്ടായിരുന്ന സർക്കാർ അത്തരത്തിൽ പ്രായോഗികതയേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഈ കേന്ദ്ര പദ്ധതിക്കു കീഴിൽ, കേന്ദ്ര സഹായത്തിലൂടെ എന്നുള്ളതല്ല, കേന്ദ്ര പദ്ധതിക്കു കീഴിൽ വീടുകൾ സർക്കാർ നൽകുന്ന ആളുകളുടെ ആത്മാഭിമാനത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനം വേണ്ടതുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കണമെന്നുള്ളതാണ് CPIM ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയം.